നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ MCQ സെറ്റിൽ ഇന്ന് നമ്മൾ നോക്കുന്ന UGCനെ പറ്റിയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് UGC എന്നുള്ളതാണ്. UGC ആദ്യത്തെ സെക്രട്ടറി ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. പ്രൊഫസർ സതീഷ് ചന്ദ്ര, പ്രൊഫസർ AN ബസു, പ്രൊഫസർ MT വ്യാസ്, ശ്രീ സാമുവൽ മത്തായി. ആരാണ് UGCയുടെ ഫസ്റ്റ് സെക്രട്ടറി? ദ റൈറ്റ് ആൻസർ ഇസ് ശ്രീ സാമുവൽ മത്തായി ആണ്. ശ്രീ സാമുവൽ മത്തായി. ഓക്കെ. Second question, UGC was established on the recommendation of UEC University Education Commission, Radhakrishnan, Mudaliar Commission, Nehru. 4 ഓപ്ഷനിൽ ഒന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, രണ്ടാമത്തെ C രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം, മൂന്നാമത്തെ മുദലിയാർ കമ്മീഷൻ, നാലാമത്തെ ജവഹർലാൽ നെഹ്റു. ഇതാണ് കറക്റ്റ്. UGC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം UGC എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1953 UGC വന്നത്. പക്ഷേ അത് 1948-49 കാലഘട്ടങ്ങളിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്. ഓക്കെ. ഇനി UGC കവേഴ്സ് ദ ഫോളോയിങ്. ഇതിൽ 4 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് UGC കവർ ചെയ്യുന്നത്? 1 യൂണിവേഴ്സിറ്റീസ്, 2 യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 3 അഫിലിയേറ്റഡ് കോളേജസ്, 4 ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 5 നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് UGC കവർ ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റീസ്, യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, affiliated colleges, teachers training institutions and nursing institutions. ABC, ABD, BCE, ADE. ഇതിലേതൊക്കെയാണ്? യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ എന്തായാലും A ഉണ്ട്. യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ? ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ അഫിലിയേറ്റഡ് കോളേജസ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇല്ലയെന്ന് ഉറപ്പുള്ള ഏതാ? നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കളയാം. ഇല്ല. ഇനി C ആണോ D ആണോ ഉള്ളത്? അഫിലിയേറ്റഡ് കോളേജസ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതാ കറക്റ്റ്? യെസ്, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അഫിലിയേറ്റഡ് കോളേജസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ UGC കവർ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസ്, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഫിലിയേറ്റഡ് കോളേജസ്. ABC എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ്, UGC എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. UGC എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. The Executive Council of a Central University is empowered to decide the minimum qualification for the recruitment of the faculty. അതായത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസില് is empowered to decide, അവർ ഡിസൈഡ് ചെയ്യുന്നു, അവർക്കാണ് ആ ഒരു അധികാരം കൊടുത്തിട്ടുള്ളത്. എന്ത് ഡിസൈഡ് ചെയ്യാൻ? മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ഫാക്കൽറ്റി. ഒരു ഫാക്കൽറ്റിനെ റിക്രൂട്ട് ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷനെ പറ്റി ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന് കൊടുത്തിരിക്കുന്നു. ഇത് ശരിയോ തെറ്റോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച് വന്ന UGC ആണ്, UGCയുടെ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ UGC ഇന്ത്യൻ പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച് UGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനാണ്. ശരിയാണോ തെറ്റാണോ? ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനാണ് UGC വന്നിട്ടുള്ളത് അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇസ് എംപവർഡ് ടു ഡിസൈഡ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് ഫാക്കൽറ്റി. ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഫോൾസ് ആണ്. ഓക്കെ. അടുത്തത്, UGC ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് CBSE ഫോർ ഓൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. UGC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് CBSE എന്നൊരു സംഭവം. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ്? ഓപ്ഷൻ A, ഹാസ് ടു ഇംപ്ലിമെന്റ് പെർസെന്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ റിഗറസ്ലി പെർസെന്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഒരു പെർസെന്റേജ് ബേസ്ഡ് ഉള്ള ഒരു ഇവാലുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണോ? ഇറ്റ് ഹാസ് ടു പ്രിപ്പയർ യൂണിഫോം സിലബസ് ത്രൂ ഔട്ട് ദ കൺട്രി. രാജ്യത്തിനാകമാനം ഒരു യൂണിഫോം സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? There is a need to allow flexibility so that students can choose course of their interest. കുട്ടികൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ടു ബ്രിങ് ട്രാൻസ്പെറൻസി ആൻഡ് യൂണിഫോമിറ്റി ഇൻ ഇവാലുവേഷനിൽ ഒരു യൂണിഫോമിറ്റി, ഒരേപോലെ ഒരു ഏകീകരണം, അതുപോലെ ഒരു ട്രാൻസ്പെറൻസി ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? ഏതിനാണ് UGC CBSE എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്? എന്താ CBSE ഫുൾ ഫോം? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ്. ഇത് വന്നിട്ടുള്ളത് യൂണിഫോം സിലബസ് രാജ്യത്ത് മൊത്തത്തിലാക്കാനാണോ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി, കുട്ടികൾക്ക് അവരുടെ കോഴ്സസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ ഒരു ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ആൻഡ് യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവാലുവേഷനിൽ, അതെയോ പെർസെന്റേജ് ബേസ്ഡ് ഇവാലുവേഷൻ റിഗ്രസ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇതാണ് UGC ഒരു CBSE എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? There is a need to allow flexibility
so that students can choose their courses. Students can choose course of their interest. അവരുടെ ഇഷ്ടാനുസരണം കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യാന്നുള്ള ഒരു നീഡിന് വേണ്ടിയിട്ടാണ് CBSE ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ചോയ്സ് ബേസ്ഡ്, കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് സബ്ജക്ട് ചൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which committee or commission recommended choice-based credit system in higher education? Higher education ഈ choice-based credit system കൊണ്ടുവന്നിട്ടുള്ള ഏത് കമ്മീഷനാണ്? പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ അക്കാഡമിക് റീഫോം കമ്മിറ്റി ഓഫ് ദ UGC. സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. തേർഡ് ഓപ്ഷൻ രാമമൂർത്തി കമ്മിറ്റി ഓൺ ഹയർ എഡ്യൂക്കേഷൻ. നാലാമത്തെ ചാത്തോപാധ്യായ കമ്മിറ്റി ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ. ഏതാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നിട്ടുള്ള UGC? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കാഡമിക് റീഫോം കമ്മിറ്റി ഓഫ് UGC ആണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് UGC? UGCയുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏത്? ഇവിടെ തന്നിട്ടുള്ള UGCയുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏത്? ടു റെഗുലേറ്റ് ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യുക, ഇത് UGCയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞൂലേ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. UGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എന്തിനാണ്? ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇതൊരിക്കലും ആൻസർ ആയിട്ട് വരില്ല. റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്യാമ്പസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസസിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന്. അടുത്തത് ടു ഫൈൻഡ് റിസർച്ച് പ്രോജക്ട് ഓഫ് ദ ഫാക്കൽറ്റി. ഫാക്കൽറ്റീസിന്റെ റിസർച്ച് പ്രോജക്റ്റിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടു സജസ്റ്റ് മോഡൽ കരിക്കുലം. യൂണിവേഴ്സിറ്റിയിൽ ഒരു മോഡൽ കരിക്കുലം സജസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഇതിൽ ഏതാണ് അല്ലാതിരിക്കാൻ ഒരു സാധ്യത? ഒരു മോഡൽ കരിക്കുലം യൂണിവേഴ്സിറ്റിയിൽ സജസ്റ്റ് ചെയ്യുക, അതുപോലെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസിന്റെ റിസർച്ച് പ്രോജക്റ്റ്, പിന്നെ ഇവിടെ പറയുന്നത് ക്യാമ്പസിലുള്ള ഡിസിപ്ലിൻ. ഇതിൽ ഏതായിരിക്കും UGCയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലാത്തത്? ക്യാമ്പസിലെ ഡിസിപ്ലിൻ UGC ആണോ ഡിസിപ്ലിൻ നോക്കുന്നത് അല്ലെ? ആണോ? അല്ല. സോ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദി ക്യാമ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ എഡ്യൂക്കേഷൻ ആണ് ഇവരുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലായി UGCനെ പറ്റി? എന്തൊക്കെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു? 8 ക്വസ്റ്റ്യൻസ് UGC വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ്. UGC എന്തിനാ നിലവിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. UGC എന്തെല്ലാം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞേക്കണേ? എന്തെല്ലാമാണ് ഇതിൽ കവർ ചെയ്യുന്ന? യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട്, യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട്, അഫിലിയേറ്റഡ് കോളേജസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനോ അതിനൊന്നും UGC പറഞ്ഞിട്ടില്ല. ക്യാമ്പസിലെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് UGC റെസ്പോൺസിബിലിറ്റി അല്ല. ഓക്കെ, പിന്നെ UGC ഒരു CBSE എന്നൊരു ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. എന്തിനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? കുട്ടികൾക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് സബ്ജക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് അല്ലെ, സ്റ്റുഡൻസ് ക്യാൻ ചൂസ് കോഴ്സസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് UGC ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് CBSE. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി UGC ഏത് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഫസ്റ്റ് സെക്രട്ടറി ശ്രീ സാമുവൽ മത്തായി ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was the first chairman of UGC after getting statutory status? UGCക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയതിനു ശേഷം വന്ന ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന്? ഹുമയൂൺ കാബർ, CD ദേശ്മുഖ്, M മൂൾഗാവ്കർ, മൂൾചന്ദ് ശർമ്മ. ഇതിൽ ആരാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC ആഫ്റ്റർ ഗെറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. Which among the following is a statutory function of UGC? UGC സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ ഇതിൽ ഏതാണ്? To appoint teaching faculties in the universities, to control the conduct of an exam in universities, to determine and maintain the standard of teaching and research in universities, to develop curriculum for university courses. ഇത് UGCയുടെ ഫംഗ്ഷൻ എന്താണ്? ഒരു യൂണിവേഴ്സിറ്റികളിലെ ടീച്ചിങ് ഫാക്കൽറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന UGC ആണോ? UGC ആണോ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ? അല്ല, അതല്ല ഫംഗ്ഷൻ. ടു കൺട്രോൾ ദ കണ്ടക്ട് ഓഫ് an exam, യൂണിവേഴ്സിറ്റിയിലെ എക്സാം നടത്തുമ്പോൾ അതിന്റെ കൺട്രോൾ ഒക്കെ UGC ആണോ വന്ന് ചെയ്യുന്നത്? ആണോ? UGCയുടെ ഫംഗ്ഷൻ അല്ല അത്. പിന്നെ ടു ഡെവലപ്പ് കരിക്കുലം ഫോർ യൂണിവേഴ്സിറ്റി കോഴ്സ്, യൂണിവേഴ്സിറ്റി കോഴ്സസിന് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് UGC അല്ല. UGCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ടു ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. യൂണിവേഴ്സിറ്റികളിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ചിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ് ആണ് UGCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ. In context of higher education, Honorable Supreme Court directed which of the following national body or organization to frame and prescribe a course in environmental education? Environmental education അല്ലെ, അതിനകത്ത് അതായത് ഇതിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In context of higher education, Honorable Supreme Court directed which of the following national body or organization to frame and prescribe a course in environmental education? എന്താ പറഞ്ഞിരിക്കുന്നത്? എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനം. അതിൻ്റെ അകത്ത് ഒരു കോഴ്സ് ഫ്രെയിം ചെയ്യുക, പ്രെസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്
ഏത് ബോഡി അല്ലെങ്കിൽ ഓർഗനൈസേഷനെയാണ് സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓണറബിൾ സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ ബോഡി, ഏത് ബോഡി അല്ലെങ്കിൽ ഓർഗനൈസേഷനെയാണ് ഒരു എൻവയറമെന്റൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഫ്രെയിം ചെയ്യാനും പ്രിസ്ക്രൈബ് ചെയ്യാനും കോടതി ആരെ ഏൽപ്പിച്ചേക്കണേന്ന്? AICTE, NCTE, NCERT, UGC. എൻ്റെ ആൻസർ UGC ആണ്. അപ്പൊ UGCയിൽ കുറച്ച് കാര്യങ്ങൾ ഫംഗ്ഷനൊക്കെ മനസ്സിലായില്ലേ? എന്താണ് UGC മെയിൻ ഫംഗ്ഷൻ? ടു റെഗുലേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് UGC എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1953 വന്നത്. പാർലമെന്ററി ആക്ട് അനുസരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. UGC പല പല കാര്യങ്ങൾ UGC ഫംഗ്ഷനിൽ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ മെയിൻലി UGC ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ടീച്ചിങ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് ദ ടീച്ചിങ് റിസർച്ച് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി UGC ആണ്. അപ്പൊ UGCയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ഈ 10 കോഴ്സിലൂടെ നമ്മൾ കണ്ടില്ലേ. 1953 വന്നതാണ്. പാർലമെന്റിൽ ഒരു ആക്ട് അനുസരിച്ചാണ് UGC വരുന്നത്. എന്തിനാ UGC വന്നിട്ടുള്ളത്? ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇവിടെ പറയുന്നത് എന്താണ്? ടു ഡിറ്റർമിൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. ടീച്ചിങ്ങിന്റെ റിസർച്ചിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക അതിന്റെ യൂണിവേഴ്സിറ്റീസ്. അപ്പം ഇവരുടെ കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു അല്ലെ. അതേപോലെ എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ ഒരു കോഴ്സ് ഫ്രെയിം ചെയ്യാനായിട്ട് കോടതി ഏൽപ്പിച്ചിട്ടുള്ള UGCനെയാണ്. CBSE എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. ഓക്കെ, UGCയുടെ ചെയർമാന്റെ പേര് കണ്ടു. അപ്പം കുറച്ച് കാര്യങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ MCQ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതേപോലെ PSC എക്സാം ഗൈഡിന്റെ ലോങ് ടേം കോഴ്സ് റണ്ണിംഗ് ആണ്. അപ്പോൾ അഡ്മിഷൻക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും.